ആദ്യം ഞാൻ ശ്രീ ശരത്ചന്ദിലേക്ക് പോകുന്നു. ശ്രീ ശരത്ചന്ദ്, ഇവിടെ വെടിനിർത്തലിനോട് മനസ്സുകൊണ്ട് തൃപ്തിപ്പെടാത്ത കുറേയധികം മനുഷ്യർ രാജ്യത്തുണ്ട്. ഇപ്പോൾ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയ്ക്ക് അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് ലോക്ക് ചെയ്ത് വെക്കേണ്ടി വരുന്നു. അതിഭീകരമായ സൈബർ ആക്രമണം അദ്ദേഹം നേരിടേണ്ടി വരുന്നു. അദ്ദേഹത്തിൻ്റെ മകളെ അടക്കം ഗദ്ദാർ അങ്ങനെയൊക്കെയുള്ള ദേശദ്രോഹി എന്നൊക്കെ വിളികൾ അദ്ദേഹം കേൾക്കുന്നുണ്ട്. ഈ വെടിനിർത്തലിലുള്ള അതൃപ്തിയാണ്. ആ വെടിനിർത്തൽ അവിടെ നിൽക്കട്ടെ, അതിൽ ട്രംപ് ഇടപെട്ടോ ഇല്ലയോ എന്നുള്ള പ്രശ്നം അവിടെ നിൽക്കട്ടെ, അങ്ങനെ സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ടോ എന്ന് അവിടെ നിൽക്കട്ടെ. പക്ഷേ ശരത്ചന്ദ്, ഇവിടെ ഒരു വെടിനിർത്തൽ ഉണ്ടായിട്ടില്ലെങ്കിൽ ഒരു യുദ്ധത്തിലേക്ക് പോവുകയാണെങ്കിൽ ഒരു യുദ്ധത്തിലേക്ക് പോവാതിരിക്കാനും മാത്രം 76 മണിക്കൂറുകളിൽ നമ്മുടെ സൈന്യം പാകിസ്ഥാൻ സൈന്യത്തിന് മേൽ നേടിയ അങ്ങേയറ്റത്തെ അപ്രമാദിത്യം ഈ വാർത്താ സമ്മേളനത്തോടെ ഏതെങ്കിലും തരത്തിലുള്ള സംശയമില്ലാതെ ക്ലിയർ ആയിട്ടില്ലേ ശ്രീ ശരത്ചന്ദ്? വാർത്താ സമ്മേളനത്തിൽ ഡയറക്ടർ ജനറൽ പറഞ്ഞതനുസരിച്ച് നമ്മൾക്ക് ഡെഫിനറ്റ്ലി നമ്മളുടെ ഒബ്ജക്റ്റീവ്സ് എല്ലാം നേടാൻ കഴിഞ്ഞു. പാകിസ്ഥാനിന് വേണ്ട രീതിയിൽ നമ്മൾ മറുപടി കൊടുത്തു. പക്ഷേ എന്ന് വിചാരിച്ച പാകിസ്ഥാൻ മുട്ടുകുത്തിയെന്നല്ല എൻ്റെ അർത്ഥം. തീർച്ചയായും നമുക്ക് പാകിസ്ഥാനേക്കാളിലും കേപ്പബിലിറ്റി ഉണ്ട്. എല്ലാ രീതിയിലും, എക്കണോമി ആയാലും മിലിറ്ററി സൈസ് ആയാലും എയർഫോഴ്സ് ആയാലും നേവി ആയാലും ആർമി ആയാലും എല്ലാം അവരെക്കാട്ടും വലുതാണ്. ഇൻക്ലൂഡിങ് ന്യൂക്ലിയർ വെപ്പൺസ് നമ്മൾക്ക് കൂടുതലാണ്. പക്ഷേ എന്ന് വിചാരിച്ച് നമ്മൾ ഇപ്പോൾ 2 ദിവസം കൂടെ കൂടെ നിന്നാലോ അല്ലെങ്കിൽ 2 മാസം കൂടെ കൂടെ നിന്ന് കഴിഞ്ഞാലോ ഒരു സീസ് ഫയർ അല്ലേ നമുക്ക് ഒരു കോംപ്രിഹെൻസീവ് വിക്ടറി, പാകിസ്ഥാനെ മുട്ടുകുത്തിക്കത്തക്കുള്ള ഒരു വിക്ടറി കിട്ടുമെന്നുള്ള പ്രതീക്ഷ തെറ്റാണ്. ഉദാഹരണം നമ്മുടെ മുമ്പിൽ തന്നെയുണ്ട്. ഈ റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം. റഷ്യ യുക്രൈനെ താരതമ്യപ്പെടുത്തിയ റഷ്യയുടെ സ്ട്രെങ്ത് വളരെ കൂടുതലാണ്. പക്ഷേ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞിട്ട് അവർക്ക് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും അമേരിക്കയിൽ നിന്നും സപ്പോർട്ട് കിട്ടിയതുകൊണ്ട് രാജ്യം മൊത്തം തകർന്ന് തരിപ്പണമായിട്ടും അവർ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 3 വർഷം കഴിഞ്ഞിട്ട് അവിടുത്തെ സ്ഥിതി എന്തെന്ന് വെച്ചാൽ പ്രസിഡന്റ് ട്രംപ് പറഞ്ഞിട്ട് പോലും അവർക്ക് യുദ്ധം നിർത്താൻ കഴിയുന്നില്ല. ഇന്നലെ 30 ദിവസത്തെ സീസർ വേണമെന്ന് സെലൻസ്കി പറഞ്ഞിട്ട് റഷ്യ ഇതുവരെ അതിന് മറുപടി കൊടുത്തിട്ടില്ല. അപ്പം അതുകൊണ്ട് ഒരിക്കൽ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് നമുക്കറിയാൻ പറ്റില്ല. ഇപ്പോൾ യുക്രൈൻ മുഴുവൻ തകർന്നെന്ന് വിചാരിച്ചത് റഷ്യക്ക് അവർക്ക് നഷ്ടമുണ്ടായിട്ടില്ലെന്നല്ല, അവർക്കും അതുപോലെ നഷ്ടമുണ്ടായി. അതുകൊണ്ടൊരു യുദ്ധം ഉണ്ടാകുമെന്ന് പറയുന്നത് ഒരു രാജ്യത്ത് ഒരുപാട് പുറകോട്ട് കൊണ്ടുപോകുന്നതാണ്. ഡെവലപ്മെൻറ്റ് ആഗ്രഹിക്കുന്ന ഒരു രാജ്യവും യുദ്ധം ചെയ്യാതിരിക്കാനാണ് നോക്കുന്നത്. അതിൽ നമ്മളും ഉൾപ്പെടും. ഇപ്പോൾ ഇങ്ങനെ യുദ്ധം തുടങ്ങിയ സ്ഥിതിക്ക് നമ്മൾ വളരെ ക്ലിയറായിട്ട് നമ്മുടെ എയിംസ് എന്താണെന്ന് പറഞ്ഞിരുന്നു. നമ്മൾ അവരുടെ ടെററിസ്റ്റ് ക്യാമ്പ്സിനെ അറ്റാക്ക് ചെയ്തു, ഡിസ്ട്രോയ് ചെയ്തതിന് ശേഷം എന്ന് പറഞ്ഞിരുന്നു. ഇത് നോൺ എസ്കലേറ്ററി ആണ്, ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ലെന്ന്. പാകിസ്ഥാൻ എന്തെങ്കിലും മറുപടി തന്നേ തീരുവുള്ളായിരുന്നു. അല്ലെങ്കിൽ അവരുടെ ആർമിയുടെ ഇമേജ് പബ്ലിക്കിലും ലോകരാഷ്ട്രങ്ങൾക്കിടയ്ക്കും താന്നു പോകുമായിരുന്നു. അതുകൊണ്ട് അവർ ചൂസ് ചെയ്ത ഓപ്ഷനാണ് നമ്മൾ കണ്ടത്. അതിന് നമ്മൾ വേണ്ട രീതിയിൽ മറുപടി കൊടുത്തു. ഇപ്പോൾ സീസ് ഫയർ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ സമാധാനം 2 രാജ്യങ്ങളും ഒരുപോലെ തന്നെ ആഗ്രഹിച്ചാണ്. പക്ഷെ എന്നാലും 2 രാജ്യങ്ങളും തോറ്റിട്ടല്ല, മുഴുവൻ തോറ്റിട്ടല്ല. ഇന്ത്യ ഡെഫിനറ്റ്ലി നമുക്ക് യാതൊരു ഇതും ഉണ്ടായിട്ടില്ല. പക്ഷേ പാകിസ്ഥാനും തോറ്റെന്ന് അവർക്ക് തീർത്ത് സമ്മതിക്കേണ്ട ഒരു സ്റ്റേജ് എത്തിയില്ല. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ അവർ സീസ് ഫയർ ആവശ്യപ്പെട്ടു, നമ്മൾ അംഗീകരിച്ചു. ഇതിനിടയ്ക്ക് ട്രംപിൻ്റെ റോൾ എന്താണെന്ന് ഹാഷിം പറഞ്ഞതുപോലെ നമുക്ക് പിന്നീട് സംസാരിക്കാം. പക്ഷേ ഈ യുദ്ധം കണ്ടിന്യൂ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പൂർണ്ണമായൊരു ജയം കിട്ടും, അല്ലെ എത്ര നാളുകൊണ്ട് ജയിക്കാൻ പറ്റുമെന്ന് ആർക്കും ഇപ്പോൾ പറയാൻ പറ്റുന്ന സിറ്റുവേഷൻ അല്ല. ഹാഷ്മി, താങ്കൾ പറഞ്ഞ പ്രസക്തമാണ്.